ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ മനസ്സിൽ സൂര്യ നിനക്കൊരു ശല്യമാണല്ലോ. അവനെ കൊല്ലാൻ വേണ്ടി ഇതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എന്താ മുത്തശ്ശി ഇത്? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസമില്ല. ആദ്യം നീ ഇതൊരൽപ്പം കുടിക്ക്, എന്നിട്ട് കൊടുത്താ മതി സൂര്യക്ക്. പറഞ്ഞത് കേട്ടില്ലേടി? തന്റെ ഓപ്പറേഷൻ പരിപൂർണമായിട്ടങ്ങ് വിജയിച്ചു. അങ്ങനെ എന്നെ മാത്രമായിട്ട് പറയണ്ട. മുത്തശ്ശിയും വരുണും ഇങ്ങനെ കൂട്ടു നിന്നതുകൊണ്ടാ ഭഗവാൻ എന്റെ ആഗ്രഹങ്ങൾ നടത്തി തന്നത്. അച്ഛനും അമ്മയും ഇവിടുന്ന് മടങ്ങിപ്പോയ രീതി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് തിരിച്ചു പറയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമുണ്ടോ വരുൺ? പിന്നെ ഗൗതമനെ കൈകാര്യം ചെയ്തത് ഏട്ടനാ. അതാ ഇക്കാര്യത്തിൽ എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഏട്ടനെ ചതിച്ചവനെ ഏട്ടന്റെ കൈകൊണ്ട് തന്നെ അതിനുള്ള മറുപടി വാങ്ങിച്ചു. ഓക്കെ, തെറ്റ് ചെയ്ത് ഗൗതവും ചെറിയമ്മയും പുറത്തായി. പക്ഷേ അതിലും വലിയൊരു തെറ്റ് ഏട്ടനോട് ചെയ്ത ഒരുത്തി ഈ വീട്ടിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഏട്ടത്തിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണോ? വരുൺ, അക്കാര്യത്തിൽ നമ്മൾ തിടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കരുത്. അച്ഛനും അമ്മയും മുത്തശ്ശി എന്ത് തീരുമാനം എടുക്കുന്നോ അതനുസരിക്കാനേ നമുക്ക് പാടുള്ളൂ. അവരേട്ടത്തേക്ക് മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടന്നോട്ടെ. എനിക്ക് അതിൽ താല്പര്യമില്ല. അങ്ങനെയുള്ള ചതിയല്ല അവര്. വിട്ടേക്ക്. അവരിനിയെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. ഏയ് ഇല്ല, ചിലപ്പോഴേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലീവ് എടുത്ത് പോകേണ്ടി വരും. ഒന്ന് പോയേ. അല്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി തന്നതിന് ഭഗവാന് വഴിപാടുകൾ എന്തെങ്കിലും നടത്തണ്ടേ? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നടത്തുന്നുമുണ്ട്. പിന്നെ എല്ലാത്തിനും നമുക്ക് കൂട്ടുന്ന മുത്തശ്ശി. മുത്തശ്ശിക്ക് എന്തെങ്കിലും? മുത്തശ്ശിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. മുഴുവൻ നേരവും മുത്തശ്ശിയുടെ പരിചരണം ഞാൻ ഏറ്റെടുത്തിരിക്കാം. പാവം, നമുക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നേ. അപ്പൊ ഭഗവാന്റെ കാര്യം ഓക്കെ, മുത്തശ്ശിയുടെ കാര്യം ഓക്കെ. കൂടെ നിന്ന എനിക്ക് ഒന്നുമില്ലേ? ഉണ്ട്. എന്താ സംഭവം? എന്റെ ഹൃദയം, അത് പൂർണ്ണമായിട്ടും ഞാൻ തന്നിരിക്കുമല്ലേ. എന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ വരുണിനെ സ്നേഹിക്കുന്നുണ്ടെന്നാ. അത് കൊള്ളാലോ, കേട്ടിരിക്കാൻ എന്തോ ഒരു സുഖമുണ്ട്. പക്ഷേ എന്ത്? എന്നാലും എന്തോ ഒരു കുറവുള്ളതുപോലെ. എന്ത് കുറവ്? ഒരു പ്രശ്നവും ഇല്ല. അതല്ലടോ, എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് പറയാൻ എനിക്കിപ്പോ പറ്റുന്നുമില്ല. പറയാതെ പിന്നെ ഞാനെന്താ ചെയ്യാനാ? ഇതൊക്കെ പറയാതെ ചെയ്യുമ്പോഴല്ലേ ഒരു രസമുള്ളത്. എന്നാലും എന്തായിരുന്നു അത്? ഇതല്ലേ സംഭവം? ഇതാണെന്ന് തോന്നുന്നു. ഒന്നുകൂടി തന്ന അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓ, മനസ്സിലായി. ഈ സൂത്രം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നാ വാ. എന്റെ ഭാഗ്യം, പരമഭാഗ്യം, സത്യം. ചുമ്മാ. എന്താ കൽപ്പന, പതിവില്ലാത്ത സ്ഥലത്തൊക്കെ നിന്നെ കാണുന്നുണ്ടല്ലോ. നീ കേറാത്ത സ്ഥലമാണല്ലോ അടുക്കള. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. എന്താ ഇത്? സൂര്യക്ക് മധുരം ഇഷ്ടമാണല്ലോ. ഓ, മനസ്സില് മറ്റുള്ള പുരുഷന്മാരെ കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങള് ഭർത്താക്കന്മാരെ മയക്കിയെടുക്കുന്നത് മധുരം കൊടുത്തിട്ടായിരിക്കും. എന്താ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ നിനക്ക്?
എന്താടി? മുത്തശ്ശി പ്ലീസ് ബഹളം വെക്കരുത്. സൂര്യ കേട്ട ഓ, സൂര്യ കേട്ടാ നിന്റെ അഭിമാനം ഇടിഞ്ഞു വീഴുമല്ലേ? അങ്ങനെയുള്ളവര് ആ അഭിമാനം കാത്തു സൂക്ഷിക്കണമായിരുന്നു. നഷ്ടപ്പെടലിന്റെ വില എന്തെന്ന് നിനക്ക് ബോധ്യമായിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ ബോധ്യപ്പെട്ടോ? എവിടെ? നിന്നെ പോലെയുള്ളവർക്ക് എവിടെയെങ്കിലും ഒരിടത്ത് നിക്കണം. അതും സൗകര്യമുള്ളൊരു സ്ഥലത്തായ വളരെ സൗകര്യം. അതെ, നീ ഒന്ന് നിന്നെ. നീ ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? എന്ത് ചേർക്കാൻ? അയ്യോ, എന്റെ മുമ്പിൽ അത്രയും നിഷ്കളങ്കയാവേണ്ട ആവശ്യമില്ല. നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല. നിന്റെ മനസ്സിൽ സൂര്യ നിനക്കൊരു ശല്യമാണല്ലോ. അവനെ കൊല്ലാൻ വേണ്ടി ഇതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എന്താ മുത്തശ്ശി ഇത്? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസമില്ല. ആദ്യം നീ ഇതൊരൽപ്പം കുടിക്ക്, എന്നിട്ട് കൊടുത്താ മതി സൂര്യക്ക്. പറഞ്ഞത് കേട്ടില്ലേടി? ഇനി പൊയ്ക്കോ. അതെ, ഇത്രയൊക്കെ ചെയ്യുന്ന നിനക്ക് തലേണ മന്ത്രവും നന്നായിട്ട് വഴങ്ങും. ഇവിടെയുള്ള എല്ലാവർക്കും നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. അവർക്കെതിരായി സൂര്യയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല. ചെല്ല്. ഇതെന്താ സ്പെഷ്യലൊക്കെ? സൂര്യക്ക് മധുരം ഇഷ്ടല്ലേ? മധുരം ഇഷ്ടമാ. സ്നേഹത്തോടെ മധുരം വിളമ്പുന്നവരെ ഇഷ്ടമാ. കഴിക്കും. ഏയ് എന്തു പറ്റി? ഒന്നുമില്ല സൂര്യ. പെട്ടെന്ന് മുഖം എന്തോ വല്ലതായല്ലോ. അത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. കള്ളത്തരം കാണിക്കുന്നവർ എപ്പോഴായാലും പുറത്തു പോവില്ലേ? അത് താൻ ആ കണക്കി കൂട്ടിയാ മതി. എടോ, ഈ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒന്നിച്ചിരുന്നിട്ട് പരസ്പരം വഞ്ചിക്കാന്നൊക്കെ പറഞ്ഞ ആ ജീവിതത്തിന് പിന്നെ ഒരു അർത്ഥവുമില്ല. അതിനേക്കാൾ നല്ലത് എവിടെയെങ്കിലും പോയി കെട്ടിത്തൂക്കി ചാവുന്നതാ. എടോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവർ, ദിവസം മുഴുവൻ ഒന്നിച്ച് ചെലവഴിക്കുന്നവർ, ഒന്നിച്ച് ഉറങ്ങുന്നവർ, അതിലൊരാൾ മറ്റൊരാളെ ചതിച്ച ആർക്കെങ്കിലും പൊറുക്കാൻ പറ്റുമോ? എടോ, പറ്റുമോ? ഇല്ല.